എങ്ങനെയുണ്ട് പടം? എല്ലാവരുടെ അഭിനയം എങ്ങനെയുണ്ട്? കുഞ്ചാക്കോ എങ്ങനെയുണ്ട്? ഓക്കെ, ഫുൾ നോ പ്രോബ്ലം, ഒരു പ്രശ്നമില്ലാതെ കണ്ടിരിക്കാം. നല്ല ഫുൾ ടൈം ആയിട്ട് തിരുന്നവരെ എൻഗേജ് ആയിട്ട് കാണാൻ പറ്റും. ചേട്ടാ എങ്ങനെയുണ്ട് പടം? നല്ല അഭിപ്രായമുണ്ട്, നല്ല സ്കോറിംഗ് ഉണ്ട്, ബാക്ക്ഗ്രൗണ്ട് ആയാലും കൊള്ളാം, അതേപോലെ എഡിറ്റിംഗ് എൻഗേജിങ് ആണ്, ഫുൾ എൻഗേജിങ് ആണ് പടം. എങ്ങനെ ചാക്കോച്ചൻ ഞെട്ടിച്ചോ? അഞ്ചാം മധുരയിൽ എങ്ങനെയായിരുന്നു അതേ രീതിയിലുള്ള കഥ പോലെ തോന്നി. നല്ല എൻഗേജിങ്, ലാസ്റ്റ് ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് നല്ല എൻഗേജിങ്. കുഴപ്പമില്ല. എന്താണ് ഇഷ്ടപ്പെട്ടതാണ് പടത്തിൽ? ഓക്കെ, വില്ലന്മാരൊക്കെ എങ്ങനെയുണ്ട്? ഓവറോൾ ഓക്കെ, കുഴപ്പമില്ല, ഫാമിലി മൂവി. ഒരു കുഞ്ചാക്കോന്റെ ഒരു എങ്ങനെയുണ്ട് പെർഫോമൻസ്? നല്ല ഫാമിലി മൂവി. വലിയ അഭിപ്രായം പറയാനുള്ള സിനിമയൊന്നുമില്ല, എന്നാലും കണ്ടിരിക്കാം, അത്രേ ഉള്ളൂ അതിനകത്ത്. ഓക്കെ, എങ്ങനെയുണ്ട് ചാക്കോച്ചൻ എങ്ങനെയുണ്ട് പോലീസ് അത് ഓഫീസർ? കുഴപ്പമില്ല, നല്ല പ്രോഗ്രാം ആയിരുന്നു, അത് കുഴപ്പമില്ല. അല്ല എന്നാലും നമുക്ക് വലിയതായിട്ട് അതിനെ നമുക്ക് വലിയതായിട്ട് ഒരു കൊടുക്കാനുള്ള സിനിമയായിട്ടായിട്ട് നമുക്ക് പറയാനില്ല, എന്നാലും കുഴപ്പമില്ല, കണ്ടിരിക്കാം, അത്രേ ഉള്ളൂ. ബ്രോ എങ്ങനെയുണ്ട്? കുഞ്ചാക്കോ എങ്ങനെയുണ്ട്? ഫസ്റ്റ് ഹാഫ് കൊള്ളാം, സെക്കൻഡ് ഹാഫ് ഫ്ലോ പോയായിരുന്നു. എന്റെ അഭിപ്രായം ഇതാണ്, എനിക്ക് ഫസ്റ്റ് ഹാഫ് ഭയങ്കരമായിട്ട് വർക്കായി, സെക്കൻഡ് ഹാഫിൽ സ്റ്റോറിയിൽ ചെറിയൊരു ലാഗ് വരുന്ന പോലെ തോന്നി, അതായത് ഇത്തിരി വലിച്ചു കിട്ടിയെടുത്തു. ലാസ്റ്റ് മാത്രം ചേട്ടാ ഇഷ്ടപ്പെട്ടതാണ് പടത്തിൽ? വില്ലന്മാരും എല്ലാവരും എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയില്ല. കണക്ട് കുഞ്ചാക്കോ എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? നല്ല നല്ല പടം. നല്ല കഥ, എങ്ങനെയുണ്ട് പടം? നല്ല പടം. ശരിക്കും പടത്തിൽ എടുത്തു പറയത്തേക്ക് എന്തെങ്കിലുണ്ടോ? സിനിമാറ്റോഗ്രഫിയുള്ള വില്ലനുള്ള വിഷായിട്ട് അടിപൊളിയാണ്. കുഞ്ചാക്കോവിന്റെ ഇന്റർവെല്ലാം അടിപൊളിയായിരുന്നു. നല്ലൊരു ഓവറോൾ കണ്ടുകൊണ്ടിരിക്കാം, ഫാമിലിക്കെല്ലാം ഇഷ്ടപ്പെടും. നല്ല പടമാണ് ബ്രോ. പ്രതീക്ഷ അത്ര വന്നിട്ടുണ്ടോ? പ്രതീക്ഷ എത്ര വന്നിട്ടുണ്ട്? വയലൻസ് ഉണ്ടെന്ന് പറഞ്ഞു, നല്ല വയലൻസ് ഉണ്ടോ? വയലൻസ് ഉണ്ട്, ജസ്റ്റ് ഇൻട്രോയിലൊരു വയലൻസ്, അല്ലാതെ ചാക്കോച്ചൻ കുറെ വെറൈറ്റി സംഭവം പറയാം. ചാക്കോച്ചൻ അടിപൊളി പോലീസ് വേഷം, മറ്റേ നായാട്ട് പോലെയല്ല, നായാട്ടുകാരും നല്ലത്, നായാട്ടിന് കുറച്ചുകൂടെ ഡിഫറെന്റ് ആയിട്ടുള്ള അടിപൊളി ഒരു വേഷമാണ്. പിടിച്ചെടുത്തോളാണ്, ലാഗൊന്നും ഫീൽ ചെയ്തില്ല, ലാഗൊന്നും ഫീൽ ചെയ്തില്ല. എല്ലാവരും പെർഫോമൻസ് അടിപൊളിയായിരുന്നു. റേറ്റിംഗ് ഒരു 10 എത്ര കൊടുക്കും ബ്രോ? 10 7.5 കൊടുക്കും. അടിക്കാനുള്ള വകയാണ്. ഞാൻ എന്ത് പറയാം, ഓരോരുത്തരെ കാശപ്പാട് എല്ലാവർക്കും ഒരുപോലെ കണക്ട് ആവും. ഒരുപോലെ കണക്ട് ആവും. നല്ല പടമാണ്. കൊള്ളാം, കണ്ടിരിക്കാം. എന്താണ് ഇഷ്ടപ്പെട്ടതാണ് പടം? കൊള്ളാം, നല്ലൊരു പടം. എല്ലാവരുടെ അഭിനയം? ചാക്കോച്ചൻ കൊള്ളാം, എല്ലാവരും കൊള്ളാം. വില്ലന്മാരൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? കൊള്ളാം, നല്ലൊരു സിനിമയാണ്. നല്ലൊരു സിനിമ. അടിപൊളി. കുഞ്ചാക്കോവും പൊളിച്ച്. നല്ല പടം. ചാക്കോച്ചൻ ഞെട്ടിച്ചു. വില്ലന്മാരൊക്കെ കൊള്ളായിരുന്നു. ഫൈറ്റ് എല്ലാം സൂപ്പറായിരുന്നു. അടിപൊളി ഫൈറ്റ് ആയിരുന്നു. നല്ല രസമുണ്ട് കാണാൻ. പൊളിച്ചു. എന്താണ് ഇഷ്ടപ്പെട്ടതാണ് പടത്തിൽ? കേട്ടില്ല. എന്താണ് ഇഷ്ടപ്പെട്ടതാണ് കൂടുതൽ എന്താണ് ഇഷ്ടപ്പെട്ടത് പറയാനുള്ളത് പടത്തില്? പടത്തിൽ എന്തായാലും ഈ റീസെന്റ് നടക്കുന്ന കാര്യങ്ങളല്ലേ പടത്തിൽ കാണിച്ചിരിക്കുന്നത്, വണ്ടർഫുൾ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. പൊളിച്ചടുക്കി ഞെട്ടിച്ചു. ശരിക്കും ഭയങ്കര ത്രില്ലിംഗ് ആയിരുന്നു. ഇൻട്രോ തന്നെ ഇത്ര റൂഡായിട്ടുള്ള ഒരാളാണോ, ഇത്രയും ഭയങ്കര ഒരു ഫീഡ്ബാക്ക് ചാക്കോച്ചിയെ കുറിച്ച് പറയാനില്ല. കേട്ടില്ല. വില്ലന്മാരൊക്കെ പൊളി. ശരിക്കും പറഞ്ഞാൽ എനിക്ക് സിനിമ കാണുന്ന പോലെയല്ല, ശരിക്കും ഒരു ന്യൂജൻ എങ്ങനെ മാറുന്നു എന്നുള്ളതിന്റെ ഒരു വ്യക്തമായ കാരണം കാണിച്ച് ബോധ്യപ്പെടുത്തിയ ഒരു പടം. ആറാടിന്നല്ല, തിമിർത്തു, തകർത്തു, കിടുക്കി. പിന്നെന്താണ് പലരും കുറ്റം പറയുന്നത് എന്താന്ന് വെച്ചാൽ, ആർക്കും ചിലപ്പോൾ ഈ ഒരു വൈബ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തവരായിരിക്കും. കാരണം എല്ലാം പെൺമക്കളുള്ള അച്ഛനമ്മമാര് കാണുമ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം ഒരച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ചു നോക്കിയാൽ ചാക്കോച്ചിയെ സംബന്ധിച്ച് നമുക്കായാലും സഹിക്കാൻ പറ്റില്ലല്ലോ. ആ മനുഷ്യൻ അങ്ങനെ ചെയ്തില്ലെങ്കിലല്ലേ കേൾക്കാം. സിനിമയെ കാണാനല്ല, ഒരു ലൈഫായി കാണാനാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അടിപൊളി, കിടിലം. എല്ലാവരും, പെൺമക്കളുള്ള എല്ലാ അച്ഛനമ്മമാരും കണ്ടിരിക്കണം എന്നേ ഞാൻ പറയുള്ളൂ. കാരണം ഇങ്ങനൊരു പടം നമുക്ക് തരുന്ന ഒരു തിരിച്ചറിവുണ്ട്. എങ്ങനെ നമ്മൾ മുൻപോട്ട് പിള്ളേരെ നോക്കണം. ഒരിക്കലും നമുക്കൊരു സ്പൈക്കാം കൊണ്ട് അവരെ പുറകെ നടക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിനനുസരിച്ച്, കാലത്തിനനുസരിച്ച് കുഞ്ഞുങ്ങളെ എങ്ങനെ കരുതലോടെ വളർത്തണം, ഏതൊക്കെ രീതിയിൽ അവർ ചീറ്റ് ചെയ്യപ്പെടാം എന്നൊക്കെ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു കിടിലോസ്റ്റി പടം. നല്ല പടം തന്നെയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സിനിമയാണ്. സാധാരണ നമ്മൾ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ കുറേ വയലൻസ് ഒക്കെ ഉള്ള സിനിമകളുണ്ട്, അതിൽ നിന്ന് നമുക്ക് ഫാമിലിയായിട്ട് പോലും കണ്ടിരിക്കാൻ പറ്റുന്ന, കാരണം ഒരു നല്ലൊരു മെസ്സേജ് ഉണ്ട്.
പിന്നെ പോലീസ് സ്റ്റോറി സാധാരണ ഷാഗി കപൂറിൻ്റെ 2-3 സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് നല്ല സക്സസ്ഫുൾ ആയിട്ടുള്ള സ്റ്റോറിയാണ്. പിന്നെ കുഞ്ചാക്കോ ബോബൻ്റെ നല്ല അടിപൊളി പെർഫോമൻസ് ആണ്. അതോടൊപ്പം തന്നെ വില്ലനായിട്ട് വന്ന ആൾക്കാർ, അല്ലെങ്കിൽ ടോപ്പ് വില്ലനായിട്ട് വന്ന ആ പയ്യൻ ഒരുപാട് സിനിമകളിൽ പേരറിയില്ല, നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട് നോക്കിയാലും നല്ല ഒന്നാം തരം സിനിമ തന്നെയാണ്. ഈ ഇപ്പോൾ ഇറങ്ങിയ സിനിമകളിൽ നല്ല സിനിമകളിൽ ഒന്നാണ് തീർച്ചയായിട്ടും ഈ ഓഫീസർ എന്ന സിനിമ. നല്ല മൂവിയാണ്. എന്താണ് ഇഷ്ടപ്പെട്ടെന്നാണ്? കുഞ്ചാക്കോ ബോബന്റെ അഭിനയം, പിന്നെ വില്ലന്റെ നല്ല അഭിനയം, ഡയറക്ഷൻ, ആക്ടിങ് നല്ല. എങ്ങനെയുണ്ട്? കൊള്ളാം, കുഴപ്പമില്ല, നല്ല സിനിമ. എന്താണ് ഇഷ്ടപ്പെട്ടെന്നാണ് പടത്തിൽ? എല്ലാം ത്രില്ലറൊക്കെ, ആ ത്രില്ലർ ഭാഗമെല്ലാം നല്ലതായിരുന്നു. കുഞ്ചാക്കോ ബോബനെ നല്ലതായിരുന്നു. ഇതൊക്കെ നല്ല ഇതന്നെ ആക്ട് ഇപ്പോഴത്തെ കുട്ടികൾ നടക്കുന്നതല്ലേ, അപ്പൊ ഇതെല്ലാം നിർത്തലാക്കുന്നത് നല്ല തന്നെ, നല്ല ഐഡിയ തന്നെ ഇത്. കണ്ടിരിക്കാൻ കൊള്ളാം. കൊള്ളാം, അടിപൊളി പടം, അടിപൊളി പടം. ചാക്കോച്ചന്റെ നല്ലൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഇത്, നന്നായി. അടിപൊളി പടം, അടിപൊളി പടം. ആദ്യം തൊട്ട് അവസാനം വരെ ഭയങ്കര ത്രില്ലിംഗ് ആയിരുന്നു പടം. അടിപൊളി. അഭിനയം ഭയങ്കരമായിരുന്നു. കുഞ്ചാക്കോന്റെ ഒരു പക്ക നമ്മുടെ മറ്റേ ഇതിനേക്കാളിലും ടോപ്പായിരുന്നു അഭിനയം. 5-ാമതിനേക്കാളിലും ടോപ്പ് അഭിനയമൊക്കെ ആയിരുന്നു. അടിപൊളി. നല്ലതുണ്ട്, നല്ല അടിപൊളിയുണ്ട്. ഒരു കുടുംബത്തിൽ സംഭവിക്കേണ്ട കാര്യങ്ങളാണ്. ചാക്കോച്ച അടിപൊളി. നല്ല പടം, നല്ല പടം. നന്നായിട്ട് പോയി. കുഴപ്പമില്ല, നല്ല അഭിനയം. കൊള്ളാം, അടിപൊളി പടം. കുഞ്ഞാമണി ഞെട്ടിച്ച്. വില്ലന്മാരിൽ അടിപൊളി ഹിറ്റ് കേട്ടോ, ഹിറ്റ്. സൂപ്പർ പടം, കിടിലൻ പടം. പടം നന്നായിട്ടുണ്ട്. ചാക്കോച്ചൻ തകർത്തു.